ഹരീഷിൻ്റെയും നീതുവിൻ്റെയും പ്രണയബന്ധം നീതുവിൻ്റെ വീട്ടിൽ കണ്ടുപിടിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഹരീഷിൻ്റെ വീട്ടിലോട്ട് നീതുവിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ഭാസ്കരൻ പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ആരാ, എന്ത് വേണം, എന്തിനാ വന്നത്? എന്തിനാ വന്നതെന്നോ? തൻ്റെ മകനെ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളണം, എൻ്റെ മകളെ കയ്യും കലാവശ്യവും കാണിച്ചിട്ട് ഇപ്പോൾ എന്ത് വേണമെന്നോ? ആ സമയത്ത് ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ മകളെ എൻ്റെ മകൻ കയ്യും കലാശം കാണിച്ചെന്നോ? അതുകൊള്ളാലോ. നിങ്ങളുടെ മകളോ? ആരാ നിങ്ങളുടെ മകള്? എൻ്റെ ഏത് മകനാ? അല്ല, എനിക്കിപ്പോൾ 3-4 മകനുണ്ടല്ലോ. അതിൽ ഏത് മകൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് നിങ്ങളുടെ ഹരീഷ് എന്ന് പറയുന്ന ഒരു മകനില്ലേ, അവനും എൻ്റെ മകളും തമ്മിൽ പ്രണയത്തിലാണ്. എൻ്റെ മകളെ നിങ്ങളുടെ മകൻ വലയിട്ട് പിടിച്ചതാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മകളെ വലയിട്ട് പിടിക്കാൻ ഇതെന്താ, മീനോ വേറെന്തെങ്കിലും സാധനങ്ങളാണോ? അല്ലല്ലോ, നിങ്ങളുടെ മകളായിരിക്കും എൻ്റെ ചെറുക്കനെ ചിലപ്പോൾ കയ്യും കലാശമൊക്കെ കാണിച്ചിട്ട് വളച്ചെടുത്തത്. എന്നിട്ടിപ്പോൾ എൻ്റെ മകനാണോ കുറ്റം? അല്ല, നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളുടെ മകളോട് പറഞ്ഞു വിലക്കണമായിരുന്നു, അല്ലാതെ എൻ്റെ മകനെ പറയാൻ നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവർ ഭാസ്കരനോട് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോവേണ്ടത്? നിങ്ങളുടെ മകൻ്റെ കയ്യും കാലും ഞങ്ങൾ തല്ലി ഒടിക്കും. ഇനി മര്യാദയ്ക്കിരുന്നോളാം, പറഞ്ഞോളണം. ഇനി എൻ്റെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനി അവൻ ജീവനോടെ തിരിച്ചു വരില്ല. ആ സമയത്ത് വീണ്ടും ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് നല്ല സുഖമില്ലേ? ആദ്യം നിങ്ങളുടെ മകളോട് പറ എൻ്റെ മകനെ മറന്നു കളയാൻ, അല്ലാതെ ഇവിടെ വന്ന് കിടന്ന് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ സംസാരം കേൾക്കുമ്പോഴായിരിക്കും നികേഷും സുഭാഷും സുധീഷും ഒക്കെ അകത്തു നിന്നും പുറത്തോട്ട് വരുന്നത്. ആ സമയത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ പ്രശ്നം? നികേഷും ചോദിക്കുകയാണ്, എന്താ അച്ഛാ, എന്താ പ്രശ്നമെന്ന് പറ, വലിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതാ, എടാ മോനെ, നമ്മുടെ ഹരീഷില്ലേ, ഒരു പെണ്ണിനെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അവളുടെ അച്ഛനും അമ്മയോ ഹരീഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കും എന്നൊക്കെയാ ഇവന്മാർ പറയുന്നത്. ആ സമയത്ത് സുഭാഷ് പറയാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങളുടെ മകളും ഹരിയും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഛീ, എന്താടാ പറഞ്ഞത്? ഈ വീട്ടിലേക്ക് എൻ്റെ മകളെ കൊണ്ടുവരാനോ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയടാ? നല്ല കുടുംബത്തിൽ ജനിച്ചതാ എൻ്റെ മകള്, എന്നിട്ട് ഈ ഒരു പിച്ചക്കാരൻ്റെ വീട്ടിലേക്ക്, ഇത്രയും വൃത്തികെട്ട ഒരു വീട്ടിലേക്ക് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും, നിനക്ക് എത്ര നാണം ഉണ്ടടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഭാസ്കരന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, ഈ വീട്ടിന് എന്താടോ കുഴപ്പം? ഈ വീട്ടിൽ വേറെ പെണ്ണുങ്ങൾ താമസിക്കുന്നില്ലേ? അപ്പോൾ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, താമസിക്കുന്ന കാര്യമൊന്നും നീ പുറത്തു പറയണ്ട കേട്ടോ. നീ ആദ്യം ഒരുത്തിയെ കൊണ്ടുവന്നു, അതിൽ നിനക്ക് 2-3 മക്കളുണ്ടായി. വീണ്ടും ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ കൊണ്ടുവന്നു, അവളുമായിട്ട് വഴക്കായി, അതിലും ഒരു മോനുണ്ടായി. അവരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ടോ ഇപ്പോഴും? ഇല്ലല്ലോ. അവർ വന്നിട്ട് ഇവിടുത്തെ അവസ്ഥ കണ്ട് മനസ്സിലായപ്പോൾ അവരവരുടെ പാട്ടിന് പോയി. എന്നിട്ട് ഇവിടെ പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണത്രേ. അതും പോരാഞ്ഞിട്ട് എൻ്റെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വരണമെന്ന് നിനക്കിതൊക്കെ പറയാൻ തന്നെ ഒരു ഉളുപ്പും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി ഇതൊക്കെ കേട്ടുകൊണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് അവൾ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ, കുറേ നേരമായല്ലോ ഞാനിത് കേട്ടോണ്ടിരിക്കുന്നു, ഇവിടെ പെൺകുട്ടികൾ താമസിക്കുന്നില്ല, ഇവിടെ പെൺകുട്ടികൾക്ക് താമസിക്കാൻ കൊള്ളത്തില്ല, ഇവിടെ വന്ന ആൾക്കാരെല്ലാം ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ മുഖത്ത് കണ്ണല്ലേ ഇരിക്കുന്നത്? ഞാനൊരു പെണ്ണല്ലേ, ഞാൻ ഇത്ര മാസമായി ഇവിടെ താമസിക്കുന്നു, എന്നിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, എനിക്കിവിടെ നിന്ന് പോകാനും തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങളെന്താ ഇത് പെൺകുട്ടികൾ വാഴാത്ത വീടാണെന്നൊക്കെ ഉള്ള മട്ടിൽ സംസാരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവില്ലാതെ തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട്. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മറുപടിയൊന്നുമില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കുട്ടി, നീ ഇവിടെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എന്തറിയാതെ നാട്ടുകാർക്ക്? അന്ന് കല്യാണത്തിന് ഞങ്ങൾ റിസപ്ഷനൊക്കെ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്നിവിടെ എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. അവരെന്തിനാ അല്ലെങ്കിൽ പിന്നെ ഈ കല്യാണത്തിന് വന്നത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നീതുവിൻ്റെ അമ്മ പറയുകയാണ്, ഹോ, അവരെന്തിനാ വന്നതെന്നാണോ നിങ്ങൾക്കുള്ള സംശയം? അവർ നിങ്ങളുടെ കല്യാണം കൂടാൻ വന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? എന്നാലേ അങ്ങനെയല്ല. ഈ വന്ന പെണ്ണ് എത്ര പെട്ടെന്നാണോ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത്, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ ഒത്തുകൂടിയത്, അല്ലാതെ അവർ തമ്മിലുള്ള സ്നേഹവും ഈ വീടിൻ്റെ ഭംഗിയും ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു വീടാവുമ്പോഴേ അതിൽ കുറച്ച് വലുതായിരിക്കാം, ചിലപ്പോൾ ചെറുതായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും കാണാം. എന്നാൽ ആ വീട്ടിലുള്ളവരുടെ സ്നേഹവും സമാധാനവും ഒക്കെയാണ് വേണ്ടത്. അത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മകളെ നിങ്ങളൊരു വലിയ പണച്ചാക്കിന് കെട്ടിച്ചു കൊടുക്കുക, അപ്പോഴറിയാം എങ്ങനെ ഇരിക്കുമെന്ന്.
അതേടി, എൻ്റെ മകളെ ഞാൻ അങ്ങനെ ഒരു വലിയ പണക്കാരന് തന്നെ കെട്ടിച്ചു കൊടുക്കും. അല്ലാതെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഇവന് കെട്ടിച്ചു കൊടുക്കാനാണോ ഞാൻ എൻ്റെ മകളെ ഇത്രയും നാളും വളർത്തിയത്? മര്യാദയ്ക്ക് നിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ കുഞ്ഞിൻ്റെ പുറകെ ഇനി നടക്കരുതെന്ന്. അവൻ്റെ കൈയും കാലും ഞാൻ വെട്ടിക്കളയുമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിനും ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വാതോരാതെ സംസാരിക്കുന്നത്? ഇതൊക്കെ ചെന്ന് നിങ്ങളുടെ മകളോട് പറയും. അവളാണ് ഹരീഷിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എൻ്റെ ഹരീഷിനെ കുറ്റം പറയുന്നു. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെ, നിന്നെ തന്നെയാണ് കുറ്റം പറയുന്നത്. എൻ്റെ മകളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവളിനി നിന്നെ കാണാൻ വരില്ല. ഇനി നീ അവളെ കാണാൻ ചെല്ലരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീതുവിൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മകൾക്ക് എൻ്റെ ഹരീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നാൽ ഇനി ആരെതിർത്തിരുന്നാലും ശരി തന്നെ, ഞാൻ അവരുടെ വിവാഹം നടത്തി കൊടുക്കും. അവളെ ഇവിടെ താമസിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറയുമ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞത്? ഒരു പെൺകുട്ടിക്കൊക്കെ കയറി താമസിക്കാൻ പറ്റിയ ഒരു വീടാണോ നിങ്ങളുടേത്? ആകെപ്പാടെ ഇടിഞ്ഞ് പൊളിഞ്ഞ്, അല്ലെങ്കിൽ വന്നു കയറുന്ന പെൺകുട്ടികളാണെങ്കിലോ ഇവിടെ താമസിക്കുന്നുണ്ടോ? നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ രണ്ടാമത് കെട്ടിയ പെണ്ണോ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവരൊക്കെ ഇവിടെ വന്നേ പിന്നെ എവിടെയോ ഓടി രക്ഷപ്പെട്ടു. നിൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ, ദാ ഈ ഇരിക്കുന്ന നിൻ്റെ അച്ഛൻ അവരെ കൊന്നുകളഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നാട്ടിലിപ്പോൾ മൊത്തം പാട്ടാണ്. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എൻ്റെ മകളെ ഇങ്ങോട്ട് എന്ത് വിശ്വാസത്തിൽ ഞാൻ കല്യാണം കഴിച്ചു വിടും എന്നൊക്കെ പറയുന്ന സമയത്ത് പുറത്ത് നിധി വീണ്ടും സുധീഷിനെ തട്ടി വിളിക്കുകയാണ്. സുധീഷേ, ഇങ്ങോട്ടൊന്ന് വന്നേ സുധീഷേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്താ നിധി, ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങോട്ട് വരാനാ? എന്ത് പറ്റി നിധി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം നിധി സുധീഷിനോട് പറയുകയാണ്, സുധീഷേ, അന്ന് സുധീഷ് എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയില്ലായിരുന്നു. ആ താലി ഞാൻ ഊരി തന്നപ്പോൾ സുധീഷ് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്? ഇത് കേൾക്കുമ്പോൾ സുധീഷ് പറയാണ്, എന്തിനാ നിധി, അതിപ്പോൾ എന്തിനാന്ന് പറയേ. അല്ല സുധീഷ്, അത് എവിടെയാന്ന് പറ, ഇപ്പം എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ സുധീഷ് എന്തോ സുധീഷിന് മുഖത്ത് വല്ലാത്ത ടെൻഷനൊക്കെ തോന്നുകയാണ്. എന്തിനായിരിക്കും നിധി ഇപ്പോൾ ആ താലിമാലയൊക്കെ വേണമെന്ന് പറഞ്ഞത് എന്ന് ആലോചിച്ചിട്ട്, ഇനി അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിരിക്കുമോ? നീതുവിൻ്റെ വീട്ടുകാർ വന്ന് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ തിരിച്ചു പോകാനായിരിക്കോ? ഇവിടെ പെൺകുട്ടികളൊന്നും താമസിക്കില്ല എന്നറിഞ്ഞ് ഇവിടുത്തെ താമസം മതിയാക്കി പോകാനായിരിക്കോ? അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ ആശങ്കകളുണ്ട് സുധീഷിൻ്റെ മനസ്സിൽ. എന്താ സുധീഷ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ചെന്ന് എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സുധീഷ് പറയാണ്, ശരി നിധി, ഞാൻ ദാ പോയി എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ഒരു വലിയ പെട്ടിയുമായിട്ടാണ് സുധീഷ് വരുന്നത്. ആ ഒരു പെട്ടി തുറക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും ചെറിയ പെട്ടികളും വീണ്ടും പേപ്പറുകളും പെട്ടികളും ഒക്കെ ആയിട്ട് ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിധി ചോദിക്കുകയാണ്, എന്താ സുധീഷ് ഇത്? ഒരു മാല പൊതിഞ്ഞു വയ്ക്കാൻ ഇത്രയും പേപ്പറും ബോക്സും ഒക്കെ വേണോ? അത് നിധി, നീ അത് അണിഞ്ഞിരുന്ന മാലയല്ലേ? എനിക്കത് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇപ്പോൾ സ്വർണത്തിനൊക്കെ എന്താ വില എന്ന് നിനക്കറിയില്ലേ? ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നിധി സുധീഷിനോട് പറയാണ്, സുധീഷേ, ആ മാല ഇങ്ങ് തന്നെ. എന്തിനാ നിധി, എന്തിനാ? ഇങ്ങ് തരാനല്ലേ പറഞ്ഞ സുധീഷേ എന്ന് പറഞ്ഞ് മാല വാങ്ങി അവൾ കഴുത്തിലേക്ക് അണിയുകയാണ്. അത് കാണുമ്പോൾ സുധീഷിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ആ താലിമാലയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലിട്ട് അവൾ താലിമാല പിടിച്ച് നീതുവിൻ്റെ അമ്മയോട് വീണ്ടും പറയുന്നു, കണ്ടോ, ഇത് കണ്ടല്ലോ, ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകളാണ്. എത്ര നാളായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്നിട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു 6-7 മാസത്തിൽ കൂടുതലായി. എനിക്ക് ഇതുവരെ ഇവിടെ വന്നിട്ട് യാതൊരു പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനെന്താ ഒരു മനുഷ്യരല്ലേ? ഇവിടെ ഞാൻ താമസിക്കുന്നില്ലേ? പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം? ഇവിടെ നിങ്ങൾ കുറേ നേരമായിട്ട് പ്രസംഗിക്കുന്നല്ലോ, ഇവിടെ പെൺകുട്ടികൾ വാഴില്ല എന്നൊക്കെ. എന്താ, എന്നെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാനിവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ വലിയ ആർഭാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ, പക്ഷേ അതിനേക്കാളമൊക്കെ സ്നേഹം എനിക്ക് ഈ വീട്ടിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭാസ്കരൻ്റെ കണ്ണും നിറയുകയാണ്. ഭാസ്കരന് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അതുപോലെ തന്നെയാണ് സുഭാഷിനും. സുഭാഷ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നിധി അങ്ങനെ സുധീഷിൻ്റെ ഭാര്യയാണെന്ന് പറയുമെന്നും ഈ വീടിൻ്റെ മരുമകളാണെന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നും. ഇതൊക്കെ കേൾക്കുമ്പോൾ നീതുവിൻ്റെ അമ്മയും പറയുകയാണ്, എൻ്റെ കൊച്ചേ, നീ ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നത്? നിൻ്റെ കഷ്ടപ്പാടും ഇതൊക്കെ നമുക്കറിയാം. നീ ഇവിടെ ഒരു തരത്തിലല്ലേ കഴിഞ്ഞു പോകുന്നത്? നിങ്ങൾക്കിങ്ങനെ അറിയാം ഞാനിവിടെ അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന്. ഞാൻ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. അതിലെനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അല്ലാതെ ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്ന് കിടന്ന് ഓരോന്ന് സംസാരിക്കാൻ നടക്കരുതേ. അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടെ വന്ന് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ അവർ ദേഷ്യത്തോടു കൂടി തിരിച്ച് ഓട്ടോയിൽ കയറി പോവുകയാണ്.
അപ്പോൾ നീതുവിൻ്റെ അമ്മ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വീണ്ടും നിധി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ പറഞ്ഞതിലെ ഒരു മാറ്റമില്ല, ഞാനിവിടെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നീതുവിൻ്റെ അമ്മായും അച്ഛനും ദേഷ്യത്തോടു കൂടി ഓട്ടോയിൽ കയറി പോവുകയാണ്. അതിനുശേഷം വീട്ടിലുള്ളവർ നിധിയോട് സംസാരിക്കുകയാണ്. നിധി, നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സുഭാഷ് പറയുന്നുണ്ട്, മോളെ ഏട്ടന് ഒരുപാട് സന്തോഷമായി, നീ സുധീഷിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു, ഈ വീടിൻ്റെ മരുമകളാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിനും വല്ലാതെ സന്തോഷമുണ്ട്. നിധി കാണാതെ പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ഹരീഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. ഹരീഷ് ചോദിക്കണേ, എന്താ ഏട്ടാ ഈ കാണിക്കുന്നത്? എടാ, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യടാ, അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ, അവൾ എൻ്റെ ഭാര്യയാണ്, നമ്മുടെ വീടിൻ്റെ മരുമകളാണ് എന്നൊക്കെ പറഞ്ഞത്. അതെനിക്ക് സ്വപ്നം പോലെ തോന്നുന്നടാ, നീ എന്നെ ഒന്ന് നുള്ളി നോക്കിക്കേ, ഇതിന് സ്വപ്നം വല്ലതുമാണോ? എന്താ ഏട്ടാ ഈ നടന്ന കാര്യങ്ങളൊക്കെ ഇനി സ്വപ്നമാണെന്നോ? ഏട്ടാ എന്താ പറയുന്നത്? എടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. നിധി എൻ്റെ താലിമാല അണിഞ്ഞു. അയ്യോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവൾ എൻ്റെ ഭാര്യയായി എന്നുള്ള കാര്യമൊന്നും. അതിനുശേഷം ഭാസ്കരനും പറയുന്നുണ്ട്, നന്ദിയുണ്ട് മോളെ, ഒരുപാട് നന്ദിയുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ നീ നമ്മളോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അച്ഛൻ ഒരുപാട് സന്തോഷമായി മോളെ. എന്താ അച്ഛാ ഇത്? എൻ്റെ വീട്ടിലുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇവരെയും കാണുന്നത്, എൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്, ഹരീഷിനെയും നികേഷിനെയും സുഭാഷേട്ടനെയും ഒക്കെ എന്ന് പറയുമ്പോൾ സുധീഷിന് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. സുധീഷ് വീണ്ടും വീണ്ടും ഹരീഷിനെയും നികേഷിനെയും ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, കേട്ടോടാ അവൾ പറയുന്നത്, അവൾ നിൻ്റെ ഏട്ടത്തിയമ്മയാ കേട്ടോ, ഇപ്പോൾ അവൾ മനസ്സുകൊണ്ട് എൻ്റെ ഭാര്യയായി കഴിഞ്ഞു, എൻ്റെ താലിമാല അവൾ അണിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നിധി അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഊരി സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ നിധി ഇതെന്താ ഊരി തന്നത്? അത് സുധീഷ് സൂക്ഷിച്ചു വെച്ചോ കേട്ടോ, അത് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി അവൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നികേഷ് പറയുകയാണ്, എന്താ ഏട്ടാ, ഏട്ടത്തിയമ്മ താലിയൊക്കെ തിരിച്ചഴിച്ച് തന്നല്ലോ. എടാ, അതിനിപ്പോൾ എന്താടാ, അവളുടെ ഉള്ളിലിപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട്, എന്നോട് പ്രണയമൊക്കെ ഉണ്ട്, അത് നീ നോക്കി. ഇല്ലെങ്കിൽ അവൾ ഈ ഒരു അവസരത്തിൽ ആ താലി അണിയോ, അവൾ മറ്റുള്ളവരോട് പറയൂ എൻ്റെ ഭാര്യയാണ്, ഈ വീടിൻ്റെ മരുമകളാണെന്നൊക്കെ. അവൾക്കിപ്പോൾ മനസ്സുകൊണ്ട് എന്നോട് ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ അത് തുറന്നു പറയാൻ അവൾക്കൊരെന്തോ ഒരു നാണം. അത് അവൾ പതിയെ പറഞ്ഞോളും, നീ നോക്കിക്കോ. നിധിയുടെ ആ ഒരു മാറ്റമൊക്കെ കാണുമ്പോൾ സുധീഷിനും സുഭാഷിനും എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി